ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ബോട്ട് എയർഡോപ്പ് 71 എന്ന് പറഞ്ഞിട്ടുള്ള TWSനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ 999 രൂപയ്ക്ക് നമ്മളൊരു TWS ഒക്കെ നോക്കുന്നവരാണ്, കുറച്ചൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോട്ടിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് നോക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബോട്ട് എയർഡോപ്പ് 71 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വർത്ത് ബൈയിങ് ആണോ അല്ലേ എന്ന് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ TWS മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള ബോട്ടിൻ്റെ TWSയിലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേസ് സിമ്പിളായിട്ട് ക്യാരി ചെയ്യാനും പോക്കറ്റിലിട്ട് യൂസ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. ഇനി ബഡ്സിലേക്ക് വരുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ഒരു സൈസിലാണ് നമ്മുടെ ഈ ഒരു ഇയർബഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കേസിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കേസ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അത് കൊടുത്തിട്ടുമുണ്ട്. ബഡ്സിൻ്റെ ക്വാളിറ്റി, ഫിറ്റിംഗ്, കംഫർട്ട് വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇയർബഡ്സ് തരുന്നത്. ഈ കണക്ടിവിറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കേസും ഇയർബഡ്സും ടോട്ടലായിട്ട് നമുക്ക് 40 മണിക്കൂർ പ്ലേ ടൈം തരുന്നുണ്ട്. ഇനി ഇൻഡിവിജ്വലായിട്ട് നോക്കുന്ന സമയത്ത് ഓരോ ഇയർബഡ്സും 40 mAh ബാറ്ററി ലൈഫും കൊടുത്തിട്ടുണ്ട്. കേസ് ഫുള്ളായിട്ട് ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ വരെ ടൈം എടുക്കുന്നുണ്ട്. ഏവറേജ് ആയിട്ട് 5 to 7 അവർ വരെ നമ്മുടെ ഈ ഒരു ഓരോ ഇയർബഡ്സും പ്ലേ ടൈം തരുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് 5 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ വരെയൊക്കെ കിട്ടുന്നുണ്ട്. മോഡോ മോഡും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ സിംഗിൾ ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു TWSൽ ബീസ്റ്റ് മോഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിനൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ഒക്കെ തരുന്നുണ്ട്. 50 ms ലോ ലേറ്റൻസി ആണ് ഇതിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ഇതിൽ കിട്ടുന്നുണ്ട്. നോർമലി 1500 രൂപയ്ക്കുള്ള TWS ഒക്കെ വാങ്ങുന്ന ടൈമിൽ 40 ms ആണ് ഇതിൽ ഇയർബഡ്സിൻ്റെ ലോ ലേറ്റൻസി അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഇത് 1000 രൂപയുടെ ആയതുകൊണ്ട് തന്നെ 50 ms ആണ് കൊടുത്തിരിക്കുന്നത്. 50 msഉം 40 msഉം വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് കൊടുക്കുക. ഓഡിയോ ക്വാളിറ്റി നോക്കുന്ന ടൈമിൽ 6 mm ഡ്രൈവോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡ്സ് നമുക്ക് തരുന്നത്. ബോട്ടിൻ്റെ ഇയർബഡ്സ് ആയതുകൊണ്ട് തന്നെ ബാസിലായിരിക്കും ഇവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടും നല്ല ബാസോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ ഒരു ബാസ് ഓഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു TWS ആയിരിക്കും ഇത്. ഇനി നിങ്ങൾ മിഡ്സ്, ലോസ് ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു നിരാശ തരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഏവറേജ് ആയിട്ടൊക്കെ നിങ്ങൾ മിഡ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ഇത്. ഇനി വോയിസ് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് 2 മൈക്കോട് കൂടിയിട്ടാണ് ഓരോ ഇയർബഡ്സും ഇതിൽ കൊടുത്തിരിക്കുന്നത്. ENC കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള നോയ്സും കാര്യങ്ങളൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കും ഫീൽ ചെയ്യുക. അതുകൊണ്ട് കോളിംഗ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഇയർബഡ്സ് തരുന്നുണ്ട്. IPX4 വാട്ടർ റേറ്റിംഗും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 1000 രൂപ ബഡ്ജറ്റിൽ ബാസ്, കോളിംഗ് ക്വാളിറ്റി, വോയിസ് ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി, ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഇയർബഡ്സ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഈ ഒരു ഇയർബഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻ്റായിട്ട് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.